എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോസുകളിലൊക്കെ നമ്മൾ ബാക്ക് സൈഡൊക്കെ പെയിൻ്റ് അടിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഹോളുകളൊക്കെ പുട്ടി വെച്ച് അടച്ച് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി പുട്ടിയിടുക എന്നുള്ളതാണ്. ബോഡിയിൽ പുറമേ കാണുന്നത് ഇത് ബമ്പറാണ്. ബമ്പറിൽ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറിയ പാടും ചെറിയ പോറലുകളൊക്കെ മാത്രമേ ഉള്ളൂ. വലുതായിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പുട്ടിയിട്ടത് ശരിക്കും കാണിച്ചില്ല. തുടക്കക്കാരൊക്കെ പുട്ടിയിടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് കട്ടിയായി പോകും. നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. തീരെ ഹാർഡനർ കുറവാണെങ്കിൽ ഉറക്കെത്തുമില്ല. അപ്പോൾ നമ്മൾക്കിന്നിവിടെ ഇത് നോക്കുക, പെയിൻറ്റ് കുറച്ച് ഇളകിയിരുന്നതാണ്. അതൊക്കെ കുത്തി പൊളിച്ച് കളഞ്ഞാണ്. അകത്തെ പ്ലാസ്റ്റിക് ബമ്പറാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ കയറി മൊത്തം നശിച്ചു പോയി. അപ്പോൾ അത് ഞാനിവിടെ ഈ ഭാഗത്ത് പുറകിൽ നിന്നൊരു പ്ലാസ്റ്റിക് വെട്ടിയിട്ട് ഈ ഹോളങ്ങ് അടച്ചു. ഫോഗ് ലാമ്പ് വേറെ വെച്ചിട്ടുണ്ട് LED-യിലെ. അപ്പോഴേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം. പുട്ടിയിടാനുള്ള പൊട്ടലുള്ള ഭാഗങ്ങളൊക്കെ ഈ രീതിയിൽ പൊളിഞ്ഞു വരുന്ന മാക്സിമം പൊളിച്ച് കളയാം. ഇവിടെ ജസ്റ്റ് ഈ പെയിൻ്റ് ഒന്ന് പൊള്ളി വന്നതായിരുന്നു. അപ്പോൾ എത്രത്തോളം പൊളിഞ്ഞു പോകുന്നുണ്ടോ അത് മൊത്തം അങ്ങ് പൊളിച്ച് കളയും. ഈ ഭാഗം ഞാൻ പെയിൻ്റ് അടിച്ചതാണ്. നമുക്ക് സെയിം കളർ കിട്ടും ബോട്ടിലിൽ വരുന്ന പെയിൻറ്റ്. ഇത് ചൊറി പിടിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ച് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ പെയിൻ്റ് അടിച്ചാണ്. ഇവിടെ കുണ്ടും കുഴികളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഉരച്ച് ക്ലീൻ ആക്കണം. ഇതെൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന പേപ്പറാണ്. നിങ്ങൾ പേപ്പർ വാങ്ങിക്കുമ്പം 80 തൊട്ട് പേപ്പർ ഒരു കടയിൽ ചെന്നിട്ട് അവിടെയുള്ള ഏറ്റവും നൈസ് തൊട്ട് ഹാർഡായിട്ടുള്ള പേപ്പർ ഓരോന്നോരോന്ന് വാങ്ങിച്ചുകൊള്ളുക. ചെറിയ പൈസ ആകത്തുള്ളൂ. സാധാരണ പേപ്പർ, വാട്ടർ പേപ്പറിന് ഒരു 15 രൂപ 20 രൂപ ആകത്തുള്ളൂ. നൈസായിട്ടുള്ളത് തൊട്ട് ഒരു കട്ടിയായിട്ടുള്ളത്. ഇത് 80-ൻ്റെയാണെന്ന് തോന്നുന്നത്, 80 60 ഈ രീതിയിൽ കട്ടിയുള്ള പേപ്പർ വാങ്ങിച്ചിട്ട് മൊത്തം ഉരച്ച് ക്ലീൻ ആക്കാം നമുക്ക്. ഈ ഇവിടെ മുകളിൽ കണ്ടല്ലോ, ഇവിടെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കളറ്. അത് കാണുവോളം വരെ ഉരച്ച് ശരിയാക്കി എടുക്കാം. പണ്ട് ഞാനിവിടെ ലൈറ്റായിട്ട് പുട്ടിയിട്ടതാണ്. MC-യിൽ കുഴച്ച് തേച്ചതാണ്. അതിൻ്റെയാണ് ഒരു വെള്ളപ്പൊടി. നമുക്ക് ഈ ഭാഗത്ത് ഞാൻ ഈ അപ്ലൈ ചെയ്ത പെയിൻ്റ് ഉണ്ടല്ലോ, അതൊന്ന് കളഞ്ഞെടുക്കണം. ഏറ്റവും നല്ല പരിപാടി ബ്ലേഡ് എടുക്കുക. ഇതുണ്ടോ, അങ്ങനെ ഓരച്ചങ്ങ് കളയും. അപ്പോൾ ഇവിടെ റഫായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ പുട്ടി തേക്കുന്ന സംഭവം ഈ ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി അതിനൊരു ഹെൽപ്പാവുകയും ചെയ്യും. ഇതുണ്ട്, ഇതിൻ്റെ ഈ മാർക്ക് ഇങ്ങനെ വീഴുമ്പോഴേക്കും പിന്നെ നമുക്ക് പുട്ടി വലിക്കുമ്പോൾ പുട്ടി നല്ല ഹാർഡായിട്ട് ഈ കുഴിയിലൊക്കെ ഇറങ്ങിയിരിക്കും. ഇതാണ് കുറച്ചും കൂടി നല്ലത്. പുട്ടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ഓയിൽ പോലൊരു സംഭവം ഉണ്ടാവും. ഹാർഡനർ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും പെട്ടെന്ന്. ഇപ്പം തന്നെ സംഭവം ഉണങ്ങിയ പോലെയായി. പുട്ടിയിടൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഈ സാധനം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നുണ്ട്. ഒരല്പം ഹാർഡനർ എടുത്താലും മതി, സംഭവം പെട്ടെന്ന് ഉണങ്ങും. ഞാൻ പെട്ടെന്ന് അങ്ങ് വലിച്ച് തേച്ചതാണ്. ഇനി നമുക്ക് മൊത്തം
ഉരച്ച് കഴുകിയെടുക്കാം. ഒരു ടൈലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് പഴയ പേപ്പറാണ് 80-ൻ്റെയൊക്കെ. ഇതിനകത്ത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ചുരുട്ടി പിടിച്ച് ഉരച്ച് കളയാം. എല്ലാം കഴുകി ഉരച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ അത്ര ക്ലിയറൊന്നുമല്ല. ഇതൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് പൊങ്ങിയിരുന്നാലോ താന്നിരുന്നാലോ ഒന്നും വിഷമിക്കേണ്ട. ഇത് നമ്മുടെ പുട്ടി പെട്ടെന്ന് ഉണങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സ്മൂത്തായിട്ട് ഇടാനും പറ്റിയില്ല. അതൊന്നും കാര്യമാകണ്ട. ഇനി NC പുട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തം ഈ ബമ്പറിനാണ് അടിക്കുന്നത്. ഇവിടെ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇട്ടു. ഇതാണ് NC പുട്ടി. NC പുട്ടിക്ക് ഹാർഡനർ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഇത് മിക്സ് ചെയ്യുന്നതും വേണ്ട. ഇതിങ്ങനെ തന്നെ അടിക്കുവാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ഇത് മൊത്തത്തിൽ നല്ല കട്ടിയുള്ള സാധനമാണ്, ഒരുവിധം കട്ടിയുണ്ട്, ഒരു പേസ്റ്റ് പോലെ ഇരിക്കുന്നു. ഇതെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് 80 രൂപയാണ് 200 ml. 200 ഗ്രാമാണിത് കേട്ടോ. അധികം അമക്കമൊന്നും വേണ്ട, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ. ഇത് നല്ല സ്മൂത്താണ്, ഇതങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന സംഭവമൊന്നുമല്ല. സ്മൂത്തായിട്ട് ഇങ്ങനെ തേച്ച് വിടുക. അതേപോലെ തന്നെ എവിടെയൊക്കെ പോറലൊക്കെ ഉണ്ട്, ഈ പുല്ലും ചപ്പക്ക മുട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോറലെല്ലാം നിങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കണം ഇതിന് മുമ്പേ. ഉണ്ട് ഇവിടെയൊക്കെ ചെറിയ സ്പോട്ടുകളുണ്ട്. അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോഴും ഞാനിത് ഇത് ചെറുതായിട്ട് കട്ടയാവുന്നുണ്ട്, അത് ഞാൻ സംസാരിക്കുന്നില്ല. പെട്ടെന്ന് ഈ പരിപാടി ഞാൻ തീർക്കട്ടെ. ഗ്രേ കളറാണ് NC പുട്ടിക്ക്. പിന്നെ ചെറിയ സ്പോട്ടുകളൊക്കെ നോക്കി വെച്ചല്ലോ, എല്ലായിടത്തും ചെറുതായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സംഭവം അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കുറച്ച് എടുത്തോളുക, അന്നേരം തേച്ച് പിടിപ്പിച്ചോളുക. പേപ്പറിട്ട് നല്ലപോലെ പിടിച്ച് നല്ല വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. തടവുമ്പം തന്നെ ഒരുവിധം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ കൈ ഓടിക്കുമ്പോൾ അറിയാം. ഇപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ചത് 80, 60 നല്ല കട്ട് തിക്നെസ്സുള്ള പേപ്പറാണ്, നല്ല റഫായിട്ടുള്ള പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ ക്ലിയർ കോട്ട് മൊത്തത്തിലൊന്ന് പേപ്പറിട്ട് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വാട്ടർ പേപ്പറിട്ട് നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ടിട്ട് അങ്ങ് പിടിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. നമ്മൾക്കിത് മൊത്തം ഒന്ന് അരച്ചിട്ട് ഇനി ഒന്നും കൂടി അന്നേരം തെളിഞ്ഞു വരും എവിടെയൊക്കെ ഈ ചെറിയ പോറലൊക്കെ ഉള്ളതെന്ന്. ആ പോറലുകൾ നമുക്ക് ഇതേപോലെ തന്നെ NC പുട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ നമ്മൾക്ക് ഈ ക്ലിയർ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 220-ൻ്റെ പേപ്പറാണ്. 220 അല്ല, 280. ഒരുവിധം കട്ടിയുണ്ട്, തരിതരിയായിട്ടുള്ള പേപ്പറാണ്. നമുക്ക് ഉരച്ചാൽ പെട്ടെന്ന് നടക്കും. ചെറുതായിട്ടൊന്ന് ഉരച്ച് വിട്ടാൽ മതി. ചില സ്ഥലങ്ങളിൽ കണ്ടോ ഈ ക്ലിയർ പൊളിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് മാക്സിമം കുത്തി പൊളിച്ചാൽ മതി. അതിൻ്റെ അടിയിൽ പെയിൻറ്റ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിലൊന്ന് ഉരച്ച് ക്ലിയർ ആക്കാം. ഒരു സൈഡോട്ട് അങ്ങ് പിടിച്ചാൽ മതി. നമ്മൾ ഉരച്ച് തേച്ച് കഴിയ ഭാഗം കണ്ടോ, നല്ല കളറ് വന്നിട്ടുണ്ട്, നോക്കി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ആ ക്ലിയർ ആയിരുന്നു ഒന്ന് അരച്ച പോലെ ഇരുന്ന്. ഇതുണ്ടോ, ഈ കളറിനേക്കാളും നല്ല കളറല്ലേ ഇവിടെ. ഇതിനകത്ത് ഈ കറുത്ത പോലത്തെ ഒരു സംഭവം കണ്ടോ ഇളകി പോകുന്നത്, എന്തോ കറുത്തിട്ട്. മൊത്തത്തിൽ പേപ്പർ ഇട്ട് പിടിച്ചു. അതേപോലെ തന്നെ NC പുട്ടി ഇട്ടു, ബോഡി ഫില്ലർ ഇട്ടു. മൊത്തത്തിൽ നല്ല മിനുസമാക്കി, കൈ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമുക്ക് തൊടുമ്പോൾ അറിയാം എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ക്ലിയർ കോട്ട് മൊത്തത്തിൽ നമ്മളങ്ങ് ഉരച്ച് കളഞ്ഞു. നോക്കുക, ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഉരച്ച്. നമുക്കറിയാം ചില ഭാഗങ്ങളിൽ ഈ ക്ലിയർ പോവാൻ, ചില ഈ എഡ്ജിലൊക്കെ പോകാൻ ചില കുഴി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു തിളക്കം ഉണ്ടാവും.
അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം പെയിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, പെയിൻറ്റിങ് മെഷീൻസ് ഒന്നുമില്ല, ഇത്രയും ചെയ്യുക. അതിനുശേഷം പെയിൻ്റ് അടിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും പൈസ ലാഭിക്കാം. പെയിൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അവർ. പിന്നെ ഇത് ഉരയ്ക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനെന്നും ചിലപ്പം 2 ദിവസം 3 ദിവസം കണ്ടായി ഇത് ഉരയ്ക്കുന്നു. ഒരു ദിവസം 2 മണിക്കൂർ ഉരയ്ക്കും. സമയമുള്ളപ്പോഴൊക്കെ ഇരുന്ന് തേച്ച് ക്ലീനാക്കി എടുക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പുട്ടിയിടുന്ന പരിപാടി. NC പുട്ടിയും സാധാരണ ബോഡി ഫിൽറ്ററൊക്കെ ഇടുന്ന പരിപാടികൾ. അപ്പോൾ ഈ വീഡിയോ നമ്മൾക്കിവിടെ മതിയാക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ ഭാഗങ്ങളൊക്കെ പ്രൈമർ ജസ്റ്റ് എവിടെയൊക്കെയാണ് പുട്ടിയിട്ടത് ആ ഭാഗങ്ങൾ മാത്രം പ്രൈമർ ഇട്ടിട്ട് സംഭവം ഒന്ന് സെറ്റാക്കി എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ കവർ ബോണറ്റ് ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ ബാക്കി പണിയായിട്ട് കാണാം.